ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും കുക്കിങ്ങും എൻ്റെ സംസാരവും കേട്ട് നിങ്ങൾ മടുത്ത് കാണും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മോർണിംഗ് വ്ലോഗ് ആയാലോ. അപ്പോൾ രാവിലെ 5 മണിക്ക് 5:15 മുമ്പേ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 6:45 ആകുമ്പോൾ ഞാനൊന്ന് അടുക്കളയിൽ കയറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം തിളപ്പിക്കും. അത് ഉലുവ വെള്ളമോ മല്ലി വെള്ളമോ ആയിരിക്കും ഞങ്ങൾക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടുന്നുള്ളതെല്ലാം കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിയലിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കിട്ട ജോലിയാണ് കേട്ടോ. അപ്പോൾ 2 പേർക്ക് ഫുഡ് കൊണ്ടുപോകണം. ഒരാൾക്ക് ഫുഡും വേണം, രാവിലത്തെ കാപ്പിയും കൊണ്ടുപോകണം, ഒരാൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ ഇതെല്ലാം ഒരു 8:20 മുമ്പായിട്ട് എനിക്കെല്ലാം റെഡിയായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കായിട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിലേക്ക് ഞാൻ കറിയാക്കിയിട്ടുണ്ട്. മറ്റൊരു അടുപ്പിൽ നമ്മുടെ അവിയൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ കൂടി എടുത്താൽ അവിയൽ റെഡിയാവും. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഇടിയപ്പവും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പപ്പടം വേണം. അപ്പോൾ ഒരാൾക്ക് 2 പപ്പടം മസ്റ്റായിട്ട് വേണ്ടിയതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പപ്പടവും ഞാൻ പൊരിച്ച് മാറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ അമ്മമാർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 കൈ ഉണ്ടെങ്കിലും തികയത്തില്ല എല്ലാം ഒന്ന് ചെയ്ത് അടുക്കി പിറക്കിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് മോര് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒരാൾക്ക് മോരൊന്നും വേണ്ട, എന്നാൽ ഒരാൾക്ക് ഇച്ചിരി മോരോ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചാറുകറി വേണം. അപ്പോൾ ഒരാൾക്ക് മുട്ട വേണം, അതിനുള്ള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പൊതിയിലാണ് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയല്ല ആയിരിക്കുമല്ലോ, എല്ലാ വീടുകളിലും ഇങ്ങനെയാണല്ലോ. അപ്പോൾ അമ്മമാരില്ലാത്ത വീടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മമാരില്ലാത്ത വീട് ഒരു ഇരുട്ട് തന്നെയാണല്ലേ, ഇരുട്ടിലാവും മക്കളെല്ലാം. അപ്പോൾ ഞാൻ ചോറെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചോറേ കഴിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചോറ് ഇച്ചിരി എടുത്തു, അവിയൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചമ്മന്തി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് ചമ്മന്തി അത് വെച്ച് കൊടുക്കാം. കുറച്ച് മാങ്ങാച്ചാറ്, അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും ആകുമ്പോൾ ഒരാൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഫുഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറന്ന് ചെയ്യുന്നതിൻ്റെ കൂട്ടായിട്ടോ. നിമിഷ നേരം കൊണ്ടെന്ന് വെച്ചാൽ 7 മണിക്ക് 6:45 മണിക്ക് നമ്മൾ ഒന്ന് അടുക്കളയിൽ കയറിയാൽ 6:45 ആയി ഞാൻ കയറിയപ്പോഴത്തേനും. അത് കഴിഞ്ഞിട്ട് ഒരു 8:15 മുമ്പായിട്ട് നമുക്കിതെല്ലാം ഒന്ന് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ചോറായി. അപ്പോൾ ഇതുപോലെ പൊതിയിലാണ് കൊടുത്ത് വിടുന്നത്, പേപ്പറിലല്ല കേട്ടോ, ഇത് പാത്രത്തിലല്ല. അപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞ് മാറ്റിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എല്ലാ ദിവസവും ഏകദേശം ഇതുപോലെ ഇവിടുത്തെ രീതികൾ നടക്കുന്നത്. പിന്നെ ശനിയും ഞായറും ഇത്തിരി ഒന്ന് വ്യത്യാസം വരും, ലീവുള്ള ദിവസങ്ങൾ അങ്ങനെ. അപ്പോൾ പപ്പടം വേണ്ട ആൾക്ക് 2 പപ്പടം ഒരു കവറിലേക്ക് ഇട്ട് ഞാനത് കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കവറിലാക്കി വെക്കണം. ഇനി ഇതിൻ്റെ കൂടൊപ്പം തന്നെ രാവിലത്തേക്കുള്ള കാപ്പിയും കൂടെ പാത്രത്തിൽ കൊടുത്ത് വിടുക പതിവ്. അപ്പോൾ അതിനുള്ളത് എടുക്കണം. അപ്പോൾ പപ്പടവും ചോറും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ കാപ്പിക്കുള്ള ഇതും കൂടെ എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിതുപോലെ കുറച്ച് ഗ്രീൻ പീസ് കറി, നല്ല ചൂടുണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ തിരക്കിട്ട് ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുത്ത് അടയ്ക്കാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതിന് ആ കറി എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇടിയപ്പവും കൂടെ എടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്, എല്ലാം ഇങ്ങനെ തിളച്ചിരിക്കുന്ന ചൂടാണ് കേട്ടോ. അപ്പോൾ കൈയൊക്കെ എനിക്ക് വന്ന് നല്ലോണം അത് ചൂട് തട്ടി പൊള്ളുന്നുണ്ട്. എന്നാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഇതൊക്കെ എല്ലാ അമ്മമാരും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം സത്യം പറഞ്ഞാലൊന്ന് വയ്യാതെ കിടക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, കുഞ്ഞുങ്ങളിന്ന് എന്തോ കഴിക്കും എന്നൊക്കെ ഉള്ള, എത്ര മക്കൾ വലുതായാലും അമ്മമാരുടെ ടെൻഷൻ അങ്ങനെ. അപ്പോൾ ചോറും കാപ്പിയും ആയിട്ടുണ്ട്. ഇനി അടുത്ത ആൾക്കുള്ളതും വെള്ളമൊക്കെ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അടുത്ത ആളിനുള്ള ചോറെല്ലാം നമുക്കിനി പാത്രത്തിലാണ് അടുത്ത ആളിനുള്ള ചോറെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് പാത്രത്തിൽ കഴിക്കാൻ ഇഷ്ടം, ചിലർക്ക് ചിലർക്ക് മുട്ട ഇഷ്ടമല്ല, ചിലർക്ക് ചമ്മന്തി വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ ദിവസം ഞാൻ ചെയ്യാറുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ തന്നെ എല്ലാ വീടുകളിലും രാവിലെ അമ്മമാർ എഴുന്നേറ്റ് ഒരു 9 മണി വരെയൊക്കെ ഞെരിച്ച പണിയായിരിക്കുമല്ലോ. നമുക്കൊന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പപ്പ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്താക്കുള്ള ചോറ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിച്ചാറിച്ച വെള്ളം 2 കുപ്പിയിലായിട്ട് അത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ പാക്കിങ് ജോലി കുറച്ചങ്ങ് മാറും. അപ്പോൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിലോട്ട് പോകണം. അപ്പോൾ പുള്ളിക്കാർക്ക് ചമ്മന്തി വേണ്ട, അതുകൊണ്ട് ഞാനിതാ കുറച്ച് മോരെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. വെള്ളം 2 കുപ്പിയിലായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറൊക്കെ ഞാൻ ഇറക്കി വെക്കുന്ന സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പല്ലി കയറി ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പണ്ട് ഇട്ട വീഡിയോയിൽ എവിടെയോ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നനഞ്ഞ ഒരു തുണി കൊണ്ട് നല്ലപോലെ ഇവിടെ എല്ലാം ഈ ടൈൽസ് എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുക.
അതിന് ശേഷം വീണ്ടും തുണി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് തുടച്ച്, എന്നും തുടച്ചാലും എത്ര തുടച്ചാലും വീണ്ടും വീണ്ടും അഴുക്കാം. അപ്പോൾ ഈ ഒരു ലോഷന് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തളിച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ട് വേണം തുടയ്ക്കാൻ. പൂർണ്ണമായിട്ട് നനവ് മാറിയ രീതിയിൽ തുടയ്ക്കാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ ഭാഗത്തൊന്നും പല്ലി അങ്ങനെ കയറി വരത്തില്ല. നമുക്ക് ഈ പാത്രത്തിലൊക്കെ പല്ലി കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാഴിക തോന്നും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തതിന് ശേഷം ഇവിടെ പല്ലി ശല്യം വലുതായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചത്. അങ്ങനെ നമ്മുടെ ഈ പാദമെല്ലാം ഇതുപോലെ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കറികളെല്ലാം ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അടുപ്പൊന്ന് ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു 10:30 മണിയാവും നമ്മൾ വീടെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് തുടയ്ക്കേണ്ട സ്ഥലമെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുക്കിങ്ങൊക്കെ എന്തായാലും ഒരു 8-8:15 മുമ്പേ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ആ ജോലിയൊക്കെ ഒഴിയും. പിന്നെ നമുക്ക് ബാക്കി ജോലികളുണ്ടല്ലോ, വീട് തൂക്കാനും തുടയ്ക്കാനും ബാക്കി പല ജോലി, അടുക്കിപ്പിറക്കും, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ചെയ്ത് വരുമ്പോൾ 10-10:15 ആവും. അപ്പോൾ ഞാൻ ഈ അടുപ്പിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് നമ്മൾ തിരക്കിട്ട് ചെയ്യുമ്പോൾ കറിയും വെള്ളമൊക്കെ ഒന്ന് കളയാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം ഞാൻ അടുപ്പിൻ്റെ അവിടെ ഇതുപോലെ ലോഷൻ ഒഴിച്ചാൽ തുടച്ചിടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അടുപ്പിലുള്ള ഈ പാത്രം ഞാൻ എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കി ഉണക്കിയാണ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റീലിൻ്റെ സ്റ്റൗവല്ല, അപ്പോൾ എത്ര നമ്മൾ ദിവസം ഉപയോഗിച്ചാലും ആ പുതുമ മാറത്തില്ല കേട്ടോ. നല്ല രസവും നല്ല തിളക്കമായിട്ട് നമുക്ക് കാണാം. അടുപ്പിൻ്റെ അവിടെയൊക്കെ എപ്പോഴും ഒരു വൃത്തിയായിട്ടിരുന്നാലല്ലേ കാണാൻ കൊള്ളാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഞാനെല്ലാം ഒന്ന് നനച്ച് തുണിയെല്ലാം ഒന്ന് കഴുകി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകുന്നത് തുടയ്ക്കുന്നത് എല്ലാം കാണിച്ച വീഡിയോ ഒരുപാട് ലെന്തായി പോകും. അതുകൊണ്ടാണ് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം കുറച്ച് ലോഷനും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് തുടച്ചിടാം. അങ്ങനെ ആകുമ്പോൾ അടുപ്പും ക്ലീനാവും. പിന്നെ പാത്രം കഴുകൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ, ജോലിക്ക് പോകുന്നവർ ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അങ്ങനെ, ഇപ്പം ഞാൻ വീട്ടിലായിരിക്കുന്നത്. അപ്പോൾ വീട്ടിലായാലും നമ്മൾ വെറുതെ അല്ല ഇരിക്കുന്നത്, പിന്നെ പല ജോലിയും കാണും. പിന്നെ നമ്മൾ കൃഷി, ചെടി അങ്ങനെയുള്ളത്, പിന്നെ ക്ലീനിങ്, പിന്നെ ഡ്രസ്സ് അലക്കൽ, അങ്ങനത്തെ ജോലി. അപ്പം നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഇങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് കറിയൊക്കെ തിളയ്ക്കുമ്പോൾ ഭിത്തിയിലാവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഷീറ്റ് നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കടുവറക്കുമ്പോഴൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെറിച്ച് വീഴും. അപ്പോൾ അതെല്ലാം തുടച്ചതാ. നമ്മുടെ അടുപ്പ് നല്ലപോലെ നീറ്റാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, പഴയ അടുപ്പെന്ന് ആരെങ്കിലും പറയുമോ കണ്ടാലെന്ന്. അപ്പം നമ്മൾ എന്ന് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയം പിറ്റേ ദിവസം എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് ഒന്ന് നമ്മൾ ഓർത്ത് നമ്മുടെ മൈൻഡിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ചടപടേന്ന് നമ്മുടെ ജോലിയെല്ലാം തീരുകയും ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രം എല്ലാം കഴുകി വെളിയിലോട്ട് അരകല്ലിൻ്റെ അവിടോട്ട് ഒന്നെല്ലാം കമത്തി വെച്ചിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. ഉണങ്ങിയതിന് ശേഷം വേണം പാത്രങ്ങളെല്ലാം ഒന്ന് കമത്തി വെക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വെള്ളം അവിടെ ഇരുന്നിട്ട് അവിടെ എല്ലാം വല്ലാണ്ടാവും. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ചെയ്യുന്നത്, പാത്രം കഴുകി നല്ലപോലെ ഉണക്കിയതിന് ശേഷം മാത്രമാണ് അലമാരയിലിട്ട് മാറ്റി വയ്ക്കാറ് കേട്ടോ. അപ്പോൾ പാത്രം കഴുകലും കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന സിങ്കും എല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്നും കുക്കിംഗ് ആയാലും ശരിയാവത്തില്ല. അപ്പോൾ ഇനിയും ഇതുപോലെ എനിക്കും ഇഷ്ടമുള്ള പാട്ട് ഇങ്ങനെയുള്ള എല്ലാ വീഡിയോ ആയിട്ടും ഞാൻ വരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.